ഞാൻ നോക്കാം. നീ എടുത്തിട്ടോ. നല്ല അടിപൊളി വെസ്റ്റേൺ ഡ്രസ്. അതെ, നീ ഓർഡർ ചെയ്തൊന്നും മാറിയിട്ടില്ലല്ലോ. വന്നത് നല്ല ബ്ലൗസും പാവാടയും. എന്നല്ലേ നീ ഓർഡർ ചെയ്ത? ശരി, ഇതെന്താ? ഇതിനകത്ത് കുറെ ആഭരണങ്ങളുണ്ടല്ലോ. ഇത് കൊള്ളാം. കത്ത് ഞാൻ വയ്ക്കാം. മക്കളെ, അമ്മുമ്മയാണ്. ഓണത്തിന് നിങ്ങൾ രണ്ടുപേരും ഒന്നുപോലെയുള്ള ഡ്രസ് ഇട്ട് അമ്മുമ്മ തന്ന ആഭരണങ്ങളും ഇട്ട് ഓണത്തിന് പൂക്കൾ ഇടുന്നത് കാണാൻ അമ്മുമ്മയ്ക്ക് വലിയ കൊതിയുണ്ട്. എന്റെ കുട്ടികൾ ഇത് മാറ്റി വയ്ക്കില്ലല്ലോ അല്ലേ? അമ്മുമ്മയാ. എവിടെ എന്റെ വെസ്റ്റേൺ കോസ്റ്റ്യൂം ക്രോപ്പ് ടോപ്പും ഒക്കെ എവിടെ? എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ എന്റെ ഫോണിൽ ഓർഡർ ചെയ്തത് അമ്മ ക്യാൻസൽ ആക്കി. ഇതെല്ലാം അമ്മമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ച അമ്മ എനിക്കറിയാം. എനിക്കെല്ലാം മനസ്സിലായി. കണ്ടോ എന്റെ ഭഗവാന്റെ ഓരോരോ ലീലകള്. എന്റെ പൊന്നു കാര്യവും നീ ആ വെസ്റ്റേൺ ഡ്രസ് അങ്ങ് മറന്നേക്ക്. എന്നിട്ട് അമ്മമ്മ പറഞ്ഞ പോലെ നല്ല ഡ്രസ് ഇട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നതായിരുന്നു. നോവേ, ഡ്രസ് കസവാണെങ്കിലും എന്റെ സ്റ്റെപ്പ് വെസ്റ്റേൺ തന്നെയായിരിക്കും. കസ കൊടുത്ത് ഞാൻ പോപ്പിങ്ങും ലോക്കിങ്ങും കളിക്കുന്നത് നോക്കിക്കോ. എനിക്കൊന്നും കേട്ട. ഇനി ഞാൻ ഇവിടെ ശരിയാവും. ഞാൻ പോണം. വീഡിയോ ഒന്ന് ഓടി വാ. എനിക്കൊന്നും എണീക്കാൻ പറ്റില്ല. എന്താ പറ്റിയേ? എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. നീ ആദ്യം എന്നെ ഒന്ന് എണീപ്പിക്ക്. കാര്യമുണ്ട്, വാ എന്നെ പിടിച്ചെണീക്ക്. കരയാതെ ഞാൻ നോക്കട്ടെ എന്താ പ്രശ്നമൊന്നും. അതെ, ഞാൻ ഈ ഓയിൽമെന്റ് ഇട്ടുതരാം. അപ്പൊ ഇതിന് മാറി കേട്ടോ. ഇതൊന്നുമില്ല, മസിൽ പിടിച്ചതാ. ഇപ്പൊ ശരിയാക്കി തരാം. വിഷമിക്കാതെ താഴെ ഞാൻ ബാധിക്കാം. നാളെ നന്നായിട്ട് കളിക്കാം. വേണ്ട, ഞാൻ കളിക്കുന്നില്ല. നിന്റെ ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിച്ചു. നീ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. വെറുതെ ഞാൻ നമുക്കിടയിൽ ഈ വാശിയും പിണക്കമൊക്കെ. എടി മണ്ടി, കൂടപ്പിറപ്പ് വേദനിച്ചിരിക്കുമ്പോ ജയിക്കാൻ നോക്കുന്ന ആളാണോ ഞാൻ? ഞാനല്ലാതെ പിന്നെ ആര്? എന്തോണം, എന്താഘോഷം, എന്ത് മത്സരം. അപ്പൊ നിന്റെ ഫോളോവേഴ്സ് ഒക്കെ ചോദിക്കില്ലേ? എന്റെ പൊന്നതാരെ, ഞാൻ നിന്നെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. പിന്നെ എനിക്കറിയാം ഈ വെസ്റ്റേൺ ഡാൻസ് അത്ര എളുപ്പമൊന്നും അല്ല ചെയ്യാൻ. വെസ്റ്റേൺ ഡാൻസ് നല്ല എനർജിയും വേണം, ബോഡി ഫ്ലെക്സിബിലിറ്റിയും വേണം. മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒരു വലിയ കല തന്നെയാണ്. ഞാൻ അതേ രീതി നിന്റെ ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകളാണ്. കണ്ണുകളും കൈകളും കൊണ്ട് കഥ പറയുന്ന ആ ഭാവവും ആ താളവും ഒക്കെ പഠിക്കണമെങ്കിൽ കുറെ വർഷത്തെ കഠിനാധ്വാനം വേണം. ആ ഭംഗി, ആ ഊർജ്ജമൊന്നും വേറെ ഒന്നിനും കിട്ടില്ല. അതേ കാര്യം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ഏതൊരു കളിയോ ഒന്നാണ്. സോ നമ്മൾ ഇത്തവണ ചേർന്ന് ചെയ്യുന്ന ഒരു ഫ്യൂഷൻ ആയിരിക്കും. എന്തായാലും നമുക്ക് നാളെ തന്നെ എടുക്കാം. നീ നിന്റെ സ്റ്റൈലും ചെയ്യും, ഞാൻ എന്റെ സ്റ്റൈലും ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. നമ്മുടെ മനസ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാത്രമല്ല കലകളോടെ ഉണ്ടാവുന്നത്. നമ്മുടെ സംസ്കാരം എന്നത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയാണ്. ഓക്കെ, അമ്മ അവിടെ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുളിച്ച് റെഡിയായി സദ്യ കഴിക്കാം. വാ. അപ്പൊ സദ്യ ഞാനേ ഒരെല്ലാം കൂടെ എടുത്തിട്ട് വരാം. നീ എവിടെ നിൽക്കും? ഇന്നെന്തായാലും ഓണമല്ലേ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഓരോ ഇലയിൽ സദ്യ കഴിക്കാം. ശരി.
ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. ദേശത്തിലോ ഭാഷയിലോ ഇഷ്ടങ്ങളിലോ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ എന്നും ഒന്നാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.